ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ്. ഇതുവരെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ലാത്ത സംഭവം തന്നെ പറയാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബേസിക് ഹെന്ന എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിരുന്നത് ഒരു പേപ്പറിലാണ്. ഇത് നമ്മൾ കയ്യിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് റിമൂവ് ആക്കിയിട്ട് പിന്നെ ഇടാൻ പറ്റും. പക്ഷെ പേപ്പറിലാകുമ്പോൾ ആ ഒരു സംഭവം പോസിബിൾ അല്ല. അത് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് പേപ്പർ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പം നമ്മൾ ടോട്ടൽ പഠിക്കുന്നത് 8 ഡിസൈൻസ് ആണ്. എനിക്ക് അറിയണ പോലൊക്കെ ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നമുക്ക് ഡിസൈൻ വരച്ചെടുത്തു കഴിഞ്ഞാൽ അത് റിമൂവ് ആക്കാൻ പറ്റുന്നുള്ളത്. ഫസ്റ്റ് വരുന്നത് ലൈൻസ് ആണ്. ഈ ലൈൻസ് വരക്കണം വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും സിമ്പിൾ ആണെന്നുള്ളത്, പക്ഷെ അത് സിമ്പിൾ അല്ല. കാരണം നമ്മൾ വരക്കുന്ന സമയത്ത് നമ്മൾ കൈ വരച്ചിട്ട് ആ ലൈൻസ് ഒക്കെ കെർവായിട്ടേക്കാരം കിട്ടുന്നുണ്ടാവുക. അപ്പം അതിനൊരു ട്രിക്ക് എന്നൊന്നുമില്ല, ടിപ്പായിട്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ലൈൻസ് വരക്കുന്ന സമയത്ത് ആ പേപ്പറിൽ ടച്ച് ചെയ്യാണ്ട് ആ ഒരു തുടക്കം മാത്രം ടച്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ വലിച്ച് വെച്ചിട്ട് വരക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷൻ ആയിട്ട് കിട്ടും. അതായത് 2 ടൈപ്പ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് വെച്ച ലൈൻസിൽ അതിൻ്റെ സെൻറ്റർ തിക്കാക്കിയിട്ടാണ് വരച്ചിട്ടുള്ളത്. ഇതും നമ്മൾ മെഹന്തി ഡിസൈൻസ് ഒക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. ഈ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഹംസ് ആണ്. ഇതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു ലൈന് വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഹംസ് വരച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു ഹംസ് വരക്കുമ്പോഴാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും അതങ്ങോട്ട് ശരിയാവാണ്ട് കിട്ടുന്നത്. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ അതിനൊരു ട്രിക്ക്, ഒരു സൊല്യൂഷനായിട്ട് ചെയ്യണം എന്താ വെച്ചാൽ ഞാൻ ഈ വീടിൻ്റെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പം നിങ്ങളത് കേട്ട് നോക്കുക. ഇപ്പം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഹംസ് വരക്കുക, മാക്സിമം അടുപ്പിച്ച് വരക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു വൃത്തിക്ക് കിട്ടും. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കോണ് ഓർഗാനിക് കോണല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ടാസ്ക്കാണ് ഇത് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഓർഗാനിക് കോൺ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത് വയ്ക്കുന്ന ഹംസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ ഫസ്റ്റ് നോർമലായിട്ട് തന്നെ വരക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ച് വീതിയിലാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരക്കുന്നത്. ഏതൊരു ഹെവി ഹെന്ന ഡിസൈൻ എടുക്കുമ്പോഴും അതിൽ ബേസിക് ആയിട്ട് വരുന്ന സംഭവമാണ് ഈ ഒരു സ്റ്റെപ്പ്. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ലൈനും കൂടി വരച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബേസിക് ഡിസൈൻസ് ഒക്കെ ഇത്ര മാത്രമൊന്നുമല്ല, ഇതിലും കൂടുതലുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഇനി പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, നമുക്ക് അതും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കണ്ടന്റ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കിനിയും പാർട്ട് 2 ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടൈപ്പ് ലോങ് വീഡിയോസ് കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സംഭവമാണ് ഈ ഒരു സ്പൈറൽ ആയിട്ടുള്ള ഡിസൈന്. ഇത് ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഏകദേശം എല്ലാ ഡിസൈൻസിലും, എല്ലാ മെഹന്തി ഡിസൈൻസിലും കാണുന്ന സംഭവമാണ് ഈ ഒരു സ്പൈറൽ ആയിട്ടുള്ള സംഭവം. ഇത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ ചെറുതാക്കി സ്പൈറലാക്കി വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി തിക്കായി കൊടുക്കുക. ഇപ്പം ഞാൻ ഈ കാണിക്കണമെന്നാണ് ഞാൻ പറഞ്ഞില്ലേ ഹംസ് വരക്കാനുള്ള ട്രിക്ക് എന്ന്. ഇതുപോലെ കുറച്ച് ലൈൻസ് ഒക്കെ വരക്കുക, എന്നിട്ട് ഓരോ ലൈൻസിൻ്റെ ഇടയിൽ ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് കേൾക്കുമ്പോഴൊന്നും മനസ്സിലാവില്ല, ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാതും ഏകദേശം സെയിം സൈസിൽ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ സ്പൈറൽ തന്നെ വരുന്ന വേറെ സംഭവമാണ് ഇതുപോലെ കർവായിട്ട് വന്നിട്ട് സ്പൈറലാക്കി വരുന്നത്. ജസ്റ്റ് ഇതുപോലെ കർവാക്കി കൊടുക്കുക. പിന്നെ നമ്മുടെ ആ മെഹന്തി കുറച്ച് കട്ടി കൂടിയിട്ട് ബാക്കി സ്പൈറൽ ചെയ്യാം. ഇതുപോലെ നമുക്ക് 2 രീതിക്ക് ചെയ്യാൻ പറ്റും. നീളത്തിൽ ലൈൻ വരച്ചിട്ട് ജസ്റ്റ് കട്ടി കൂട്ടുന്ന പോലെ ചെയ്യാം, അതുപോലെ കർവ്ഡ് ആയിട്ടുള്ള ലൈൻ വരച്ചിട്ട് സ്പൈറലും വരക്കാം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഡോട്ട്സ് ആണ്. ഡോട്ട്സ് ആയാലും നമ്മുടെ മെഹന്തി ഡിസൈൻസിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ ഈ ഡോട്ട്സ് നമ്മൾ ലൈൻസ് ആക്കിയിട്ട് വരക്കാറുണ്ട്, ജസ്റ്റ് നോർമൽ ആക്കിയിട്ട് വരക്കാറുണ്ട്. ലൈൻസ് ആക്കി വരക്കുന്ന സമയത്ത് എവിടെയാണ് നമുക്ക് ഡോട്ട് വെക്കേണ്ടത് അവിടെ നമ്മൾ ലൈനിന്റെ ഭാഗത്ത് വെക്കുക. പിന്നെ നമ്മൾ ജസ്റ്റ് മെഹന്തി
വേണ്ട വലുപ്പത്തിൽ ചെയ്ത് കൊടുത്താൽ മതി. സംഭവം സിമ്പിളാണ്. ഒട്ടുമിക്ക എല്ലാവർക്കും ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ തന്നെയാണിത്. പിന്നെ ഈ ഒരു ഡ്രോപ്സ് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് നമ്മൾ നോർമൽ ലൈൻസിൽ ഡോട്ട്സ് ഇടുന്നതും അതുപോലെ കർവ്ഡ് ആയിട്ടുള്ള ലൈൻസിൽ ഡോട്ട്സ് വരയ്ക്കുന്നതും. ഈ കർവ്ഡ് ആയിട്ടുള്ള ലൈൻസിൽ ഞാൻ വരയ്ക്കുന്നത് ഒരു ചെറിയ ഡോട്ട്, പിന്നെ ഒരു വലിയ ഡോട്ട്, പിന്നെ ഒരു ചെറുത്, അങ്ങനെയുള്ള ഒരു ഡിസൈനിലാണ്. പിന്നെ ഫിഫ്ത്ത് ഡിസൈനായിട്ട് വരുന്നത് ഡ്രോപ്സ് ആണ്. ഈ റെയിൻ ഡ്രോപ്സ് ഒക്കെ വരയ്ക്കണ പോലെ നേരെ തിരിച്ച് വരയ്ക്കുക. ഇത് നമ്മൾ ഫസ്റ്റ് മെഹന്തി ഒന്ന് വെച്ചിട്ട് നല്ല ഒന്ന് പ്രഷർ എടുത്തിട്ട് മെല്ലെ അങ്ങോട്ട് റിലീസ് ചെയ്യുക. ഇത് നമുക്ക് അത്ര പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കി തരാൻ പറ്റില്ല. അത് ചെയ്ത് നോക്കുമ്പോൾ തന്നെയാണ് നല്ലപോലെ മനസ്സിലാകുള്ളൂ. ഞാൻ ഈ ഒരു ഡിസൈന് ഫ്ലവറിൻ്റെ പോലെയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അടുത്ത സംഭവമാണ് വൈൻസ്. ഇതിൽ രണ്ട് വൈൻസ് വരുന്നുണ്ട്. ഇൻവേഴ്സ് വൈൻസും ഉണ്ട്, അതുപോലെ നോർമൽ ആയിട്ടുള്ള വൈൻസും ഉണ്ട്. ഇത് വരയ്ക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ നേരത്തെ ഡ്രോപ്സ് ചെയ്തില്ലേ, ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ചെറിയൊരു സ്റ്റെപ്പ് വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ഒരു വൈൻസ് വരയ്ക്കുന്ന സമയത്ത് ആ ഒരു ലൈനിനെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുക, ഡ്രോപ്സ് വരയ്ക്കാൻ വേണ്ടി തുടങ്ങുക. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയണ കേൾക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകും. ഇതുപോലെ രണ്ട് സൈഡിലും ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ തന്നെ കിട്ടും. എനിക്ക് ഈ ഒരു വൈനിൻ്റെ ഡിസൈൻ വരയ്ക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. കാരണം കുറേ തവണ വരച്ചാലേ ഒന്ന് ശരിയായിട്ട് കിട്ടലുള്ളൂ. നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള ലൈനിലും ഇതുപോലെ ഈ ഒരു വൈൻസ് ചെയ്യാൻ പറ്റും. ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷെ ചെയ്യാൻ കുറച്ച് ടാസ്ക്കാണ്. ഇനി നമുക്ക് ഇൻവേഴ്സ് വൈൻ എന്താ സംഭവം നോക്കാം. ഒന്നുമില്ല, നമ്മളിപ്പോൾ ഈ വരച്ച വൈൻസ് ഉണ്ടല്ലോ, അത് നേരെ തിരിച്ച് വരയ്ക്കുക. ഇതിന് വേണ്ടി നമ്മൾ രണ്ട് ലൈൻസ് വരക്കണം. ചിരിച്ചിട്ട് കുറേ ലൈൻസ് ഉള്ളിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ സ്റ്റാർട്ടിങ് പോയിന്റ്സിനും ഇതുപോലെ കുറച്ച് കട്ടി കൂട്ടി കൊടുക്കുക. അത്രേ ഉള്ളൂ സംഭവം. പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ അറബിക് ഫ്ലവേഴ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടപ്പോൾ ഒക്കെ ഒരു അറബിക് ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് നമുക്കറിയില്ല, നമുക്ക് എന്തായാലും വരച്ചാൽ പോരെ. സംഭവം ഈ ഒരു ഡിസൈൻ വരുന്നത് നമ്മൾ നോർമൽ ഫ്ലവേഴ്സ് വരയ്ക്കുക. എന്നിട്ട് ഉള്ളിൽ നിന്ന് നമ്മളിതുപോലെ ജസ്റ്റ് ഒരു ഷെയ്ഡിങ് ചെയ്യുക. അത് നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്കും ചെയ്യാം, അതുപോലെ ആ ഒരു പെറ്റലിൻ്റെ ടോപ്പ് പോർഷൻ നിന്ന് അടിയിലേക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഫ്ലവർ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഓരോ പെറ്റൽസും നമ്മൾ ഒന്നും കൂടി എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് കൂട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ വരയ്ക്കുന്ന ഫ്ലവർ ഉണ്ടല്ലോ, അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്പൈറൽ ഡിസൈനില്ലേ, അതും ഹംസും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് സ്പൈറൽ വരച്ച് അതിൻ്റെ മുകളിൽ കൂടി നമ്മൾ ഹംസ് വരച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഇത്ര ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഇനിയും ഒരുപാട് ഡിസൈൻസ് ഉണ്ട്. നമ്മുടെ റോസ് ഫ്ലവറും അതുപോലെ ലീവ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുള്ള ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ മഴ പെയ്യണതുകൊണ്ട് തന്നെ
മാക്സിമം സൗണ്ട് കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് എവിടെയെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് കമൻസിൽ ചോദിക്കും, ഞാൻ റിപ്ലൈ തരാം. അപ്പം നിങ്ങൾക്ക് നമ്മളെ ഈ ഒരു ഡിസൈൻസ് ഒക്കെ യൂസ്ഫുൾ ആയിക്കണമെന്ന് ഞാൻ വിചാരിക്കണു. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ നമ്മളെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.